സിപിഎം സിപിഐയിൽ ഭിന്നത രൂക്ഷമായതോടെ സിപിഐ അനുനയിപ്പിക്കാൻ സിപിഐയുമായി ഉഭയകക്ഷി ചർച്ച നടക്കും. തിങ്കളാഴ്ച വരെ സർക്കാർ പരിപാടികളിൽ സിപിഐ മന്ത്രിമാർ പങ്കെടുക്കില്ല. കണ്ണൂരിൽ ഇന്ന് മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി GR അനിൽ വിട്ടുനിൽക്കുകയാണ്. ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ സിപിഎമ്മിലും കാണുന്നുവെന്നാണ് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നത്. സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കാൻ സിപിഐ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സിപിഎം. PR കാർത്തിക് നൽകും വിവരങ്ങൾ. കാർത്തിക്, മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കളത്തിലിറങ്ങാൻ നിൽക്കുന്ന LDF-ന് വലിയ ഭിന്നതയാണിപ്പോൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. CPI പിണങ്ങി നിൽക്കുന്നു. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് CPI നേതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. CPI മന്ത്രിമാർ ചടങ്ങുകളിൽ നിന്നടക്കം മാറി നിൽക്കുന്നു. ഇത് എന്തിന്റെ സൂചനയാണ്? കടുത്ത നീക്കത്തിലേക്ക് CPI പോകുമെന്ന് പ്രതീക്ഷിക്കണമോ? ഒരു അനുനയ നീക്കം അത് വിജയം കാണുമോ? എന്താണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഭവ്യ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നു. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ CPM-നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ വന്നിരിക്കുന്നു. സമീപകാലത്തൊന്നും ഇടതുമുന്നണിയിൽ ഉണ്ടാകാത്ത തരം പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. PM ശ്രീ വിഷയത്തിൽ CPI-യെ എങ്ങനെ മെരുക്കും എന്ന കൂടിയാലോചനകളിലാണ് CPM നേതൃത്വം ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും അനുനയ നീക്കം അനിവാര്യമാണ്. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട LDF കൺവീനർക്കും സർക്കാരിനും കത്ത് നൽകിയിരുന്നു. പക്ഷേ ഈ കരാറിൽ നിന്ന് ഇനി പിൻവാങ്ങുക അസാധ്യമാണ്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ CPI-യെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇനി പോംവഴി. CPI പരസ്യമായി ഇത്രയും രംഗത്ത് വന്ന സാഹചര്യത്തിൽ അവരെ എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നതാണ് ഇനി CPM-ന് മുന്നിലുള്ള വെല്ലുവിളി. അതിൽ രണ്ട് തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഇടപെട്ട് സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും. ഇന്ന് MA ബേബി ചെന്നൈയിൽ നിന്ന് ദില്ലിയിലെത്തും. MA ബേബിയുമായി CPI-യുടെ ജനറൽ സെക്രട്ടറി D രാജ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPM ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് എന്നറിഞ്ഞ ശേഷമാവും സംസ്ഥാന തലത്തിലുള്ള ഇടപെടലുണ്ടാകുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നേക്കും. ഈ ഉഭയകക്ഷി ചർച്ചയിൽ പാഠ്യപദ്ധതിയിലടക്കം ഈ പ്രത്യയശാസ്ത്രപരമായ RSS മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല എന്നൊരു ഉറപ്പായിരിക്കും CPM-ന് നൽകാൻ കഴിയുക. അതിനും അപ്പുറത്തേക്കുള്ള ഉറപ്പുകൾ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. ഈ ഉറപ്പുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് CPI എന്ത് തീരുമാനിക്കും എന്നതാണ് നിർണായകം. 27-നാണ് CPI-യുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ആലപ്പുഴയിൽ ചേരുന്നത്. ഈ യോഗം സ്വാഭാവികമായും നിർണായകമാകും. കാരണം 29-ന് മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോയാൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ, അത് CPM-ന് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ശക്തമായ പ്രതിരോധത്തിലാണ് CPM. അതെങ്ങനെ മറികടക്കും എന്ന കണക്കുകൂട്ടലും കൂടിയാലോചനകളും ഇപ്പോൾ മുന്നണിയിൽ സജീവവുമാണ്. എന്തു തന്നെയായാലും ജനയുഗത്തിലൊക്കെ ശക്തമായ ഭാഷയിലാണ് CPI വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു പദ്ധതി എന്ന പേരിലല്ല, അതിനും അപ്പുറത്തേക്ക് RSS-ന്റെ പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്താനുള്ള ഒരു നീക്കത്തെയാണ് എതിർക്കുന്നത് എന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ 2 തവണ മന്ത്രിസഭയുടെ അജണ്ടയിൽ വന്ന ഒരു കാര്യം, മന്ത്രിസഭയുടെ അജണ്ട പരിഗണിക്കാത്ത ഒരു കാര്യം, പിന്നീട് മന്ത്രിസഭയിൽ കൂടിയാലോചനകളില്ലാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇതിനൊരു അസ്വാഭാവിക തിടുക്കം CPM കാട്ടി എന്നൊരു വിമർശനമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനടക്കം എന്ത് മറുപടിയാണ് CPM നേതാക്കളും മുഖ്യമന്ത്രിയും നൽകുന്നത് എന്നത് ശ്രദ്ധേയമാകും. ആ മറുപടി കൊണ്ട് CPI തൃപ്തിപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള മുന്നണി ബന്ധം. ഭവ്യ, പരിധി ഉണ്ടെങ്കിൽ പോലും മുറിവേറ്റ പാർട്ടിയാണ് CPI. ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറെ നിർണായകം. DR കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്.